Hi all. The topic we are going to discuss is classification of systems. First we can see what is the definition of a system. It is a physical device that generates a response or output signal for a given input signal. ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്താൽ ഒരു ഔട്ട്പുട്ട് സിഗ്നൽ തരുന്ന ഫിസിക്കൽ ഡിവൈസ് അതാണ് എ സിസ്റ്റം. ഒരു എക്സ് ഓഫ് ടി ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വൈ ഓഫ് ടി ഔട്ട്പുട്ട് തരുന്ന physical device ആണ് ഒരു system. Now we can classify the systems as continuous time and discrete time, static and dynamic, causal and non-causal, linear, non-linear, time invariant and time variant, stable and unstable systems. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. Continuous time systems എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതിൽ continuous time input ആണ് കൊടുക്കുന്നത്, continuous time output ആണ് കിട്ടുന്നത്. അതേസമയം discrete ആകുമ്പോൾ discrete time input ആയിരിക്കും and discrete time output ആയിരിക്കും. ഇനി static and dynamic. Static systems എന്ന് പറഞ്ഞാൽ the output at any instant depends on the input at that instant. അതായത് not on the past or future inputs. ആ ഇൻസ്റ്റന്റിലെ ഇൻപുട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റാറ്റിക് സിസ്റ്റം. ഇനി ഡൈനാമിക് സിസ്റ്റം ആണെങ്കിൽ output at any instant depends not only on the input at that instant but also on the past or future inputs. അപ്പോൾ ആ ഒരു ഇൻസ്റ്റന്റിൽ മാത്രമല്ല അതിൻ്റെ പാസ്റ്റോ അല്ലെങ്കിൽ ഫ്യൂച്ചറോ ആയിട്ടുള്ള ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്താൽ അത് ഡൈനാമിക്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, y ഓഫ് ടി ഈക്വൽ ടു എക്സ് സ്ക്വയർ ഓഫ് ടി. അപ്പോൾ ടി മാത്രമാണ് ഇതിൽ ടേംസ് ഉള്ളത്, അതുകൊണ്ട് അത് സ്റ്റാറ്റിക് ആണ്. ഇനി ഡൈനാമിക് ആണോ എന്ന് നോക്കൂ, ഡി ബൈ ഡി എക്സ് ബൈ ഡി ടി ഡിഫറൻഷ്യൽ വന്നാൽ അത് ഡൈനാമിക് ആണ്. നെക്സ്റ്റ് എക്സാമ്പിളിൽ എക്സ് ഓഫ് ടി മൈനസ് വൺ, അപ്പോൾ മൈനസ് വൺ വന്നില്ലേ, അപ്പോൾ അത് പാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഡൈനാമിക്. നൗ നെക്സ്റ്റ് ടൈപ്പ് ഈസ് കോസൽ ആൻഡ് നോൺ കോസൽ സിസ്റ്റം. കോസൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ the output at any instant depends on the present and past inputs but not on future inputs. അപ്പോൾ പ്രസൻറ്റും പാസ്റ്റും ഇൻപുട്സിന് ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോസൽ സിസ്റ്റം. ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് നോക്കാം, ഫസ്റ്റ് എക്സാമ്പിൾ എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് ടി മൈനസ് വൺ പാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ ടി എക്സ് ടി പ്ലസ് എക്സ് ഓഫ് ടി മൈനസ് ത്രീ പാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതേസമയം നോൺ കോസൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഔട്ട്പുട്ട് അറ്റ് എനി ഇൻസ്റ്റന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്യൂച്ചർ ഇൻപുട്സ്. ഈ എക്സാമ്പിൾ നോൺ കോസലിൻ്റെ എക്സാമ്പിൾ നോക്കൂ, എക്സ് ഓഫ് ടി പ്ലസ് ത്രീ, ടി പ്ലസ് ത്രീ വന്നാൽ ഉടനെ എന്താണ്? അത് ഫ്യൂച്ചറിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ എക്സ് ഓഫ് ടു ടി എന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ഫ്യൂച്ചർ ഇൻപുട്സ്. ദെൻ ലീനിയർ ആൻഡ് നോൺ ലീനിയർ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കൺട്രോൾ സിസ്റ്റംസ്. ലീനിയർ സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ ദ റെസ്പോൺസ് ടു എ വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്സ് ഈക്വൽ ടു വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട് കറസ്പോണ്ടിങ് ടു ഈച്ച് ഓഫ് ദ ഇൻഡിവിജ്വൽ ഇൻപുട്സ്. ഈ ഒരു ഇക്വേഷൻ നോക്കുക, അതായത് എക്സ് വൺ ടി ഔട്ട്പുട്ട് വൈ വൺ തരുന്നു, എക്സ് ടു ടി വൈ ടു തരുന്നു. അങ്ങനെയാണെങ്കിൽ എ എക്സ് വൺ ടി പ്ലസ് ബി എക്സ് ടു ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എ ഇൻറ്റു ടി ഓഫ് എക്സ് വൺ ടി പ്ലസ് ബി ഇൻറ്റു ടി ഓഫ് എക്സ് ടു ടി, അല്ലെങ്കിൽ എ ഇൻറ്റു വൈ വൺ ടി പ്ലസ് ബി ഇൻറ്റു വൈ ടു ടി. അതാണ് ലീനിയർ സിസ്റ്റം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അത് നോൺ ലീനിയർ സിസ്റ്റം. നൗ ദ നെക്സ്റ്റ് ഇസ് ടൈം ഇൻവേരിയൻറ്റ് ആൻഡ് ടൈം വേരിയൻറ്റ് സിസ്റ്റം. എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ഔട്ട്പുട്ട് തരികയാണെങ്കിൽ ഫസ്റ്റ് എക്സ് ഓഫ് ടി ഡിലേഡ് ബൈ ടി സീറോ, അതായത് എക്സ് ഓഫ് ടി മൈനസ് ടി സീറോ ഇൻപുട്ട് കൊടുത്താൽ വി ഷുഡ് ബി ഗെറ്റിംഗ് വൈ ഓഫ് ടി മൈനസ് ടി സീറോ. ആ സിസ്റ്റത്തിനെ നമ്മൾ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റംസ് എന്നാണ് പറയാം. അതേസമയം എക്സ് ഓഫ് ടി മൈനസ് ടി സീറോ വൈ ഓഫ് ടി മൈനസ് ടി സീറോ അല്ലെങ്കിൽ അത് ടൈം വേരിയൻറ്റ് സിസ്റ്റം ആയിരിക്കും. ഇനി ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇസ് സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ സിസ്റ്റം. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ബിബോ സ്റ്റെബിലിറ്റി ആണ് നോർമലി ഡിഫൈൻ ചെയ്യുന്നത്, അതായത് ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് സ്റ്റെബിലിറ്റി. ഒരു ബൗണ്ടഡ് ഇൻപുട്ട് എക്സാമ്പിൾ നോക്കാം, ഇവിടെ ഒരു ഇൻപുട്ട് ബൗണ്ടഡ് ആക്കി കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫിഗറിൽ, അതിൻ്റെ ഔട്ട്പുട്ടും ബൗണ്ടഡ് ആണ്. അതേസമയം സെക്കൻഡ് എക്സാമ്പിളിൽ ബൗണ്ടഡ് ഇൻപുട്ട് കൊടുത്തപ്പോൾ നമുക്ക് അൺബൗണ്ടഡ് ഔട്ട്പുട്ടാണ് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ അത് അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 6 ക്ലാസിഫിക്കേഷൻസ് ഓഫ് സിസ്റ്റംസ്.